ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ പാഷൻസ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഊത്തപ്പവും പുതിന ചട്നിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിന്നൊരു പുതിന ചട്നി ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഊത്തപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പുതിനയുടെ ഇല, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർക്കാം, പക്ഷെ ഞാനിതിൽ ചേർത്തിട്ടില്ല. പിന്നെ വേണ്ടത് ദോശയുടെ മാവാണ്. ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇടണില്ല, കാരണം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ദോശയുടെ ബാറ്റർ നമുക്കിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, പുതിനയുടെ ഇല എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കുട്ടികളുടെ ഊത്തപ്പം റെഡിയാക്കി എടുക്കാം. ഇതിൽ ഞാൻ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിന ചട്നിയിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പുതിന എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് തേങ്ങ, പൊട്ടുകടല, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കടുക്, ഉഴുന്ന്, ആവശ്യത്തിന് ഓയിലും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊട്ടുകടല ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനിയിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ആവശ്യത്തിന് തേങ്ങ, പുതിനയുടെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള കടുകും ഉഴുന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനിയിത് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഊത്തപ്പം പുതിന ചട്നിയും. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്.